ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴതോരും മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ. വീടിനുള്ളിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള പുതിയ ജീവിത ചക്രത്തിന്റെ ചലനം 4-5 ദിവസമായി നിശബ്ദം നിരീക്ഷിക്കുകയായിരുന്നു വൈജയന്തി. തന്റെ അഭാവത്തിൽ അലീന രൂപപ്പെടുത്തിയ ചിട്ടകൾക്കനുസരിച്ചാണ് തന്റെ ഭർത്താവും മക്കളും ജീവിക്കുന്നതെന്ന തിരിച്ചറിവ് വൈജയന്തി അരിശം കൊള്ളിച്ചു. എന്നും കുട്ടികൾ പുലർച്ചെ 5 മണിക്ക് ഉണരുന്നു, 6:30 മണി വരെ പഠിക്കുന്നു, പിന്നീട് കിച്ചണിൽ കയറുന്നു, ബബിതയും കൃഷ്ണജിയും മുറ്റം പങ്കുവെച്ച് തൂക്കുന്നു, പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ചോറും ഒരുക്കുന്നു. ഇടയ്ക്ക് രോഹിത് അനുജത്തിമാരെ സഹായിക്കുന്നു. കൃഷ്ണജ അച്ഛന് കൃത്യമായി ചായയും മരുന്നും ഭക്ഷണവും എടുത്തു കൊടുക്കുന്നു. കുട്ടികൾ ക്ലാസ്സിൽ പോയി മടങ്ങി വന്നാലുടൻ ചായ കുടിച്ച് പത്രം വായനയും മറ്റുമായി ഇരിക്കുന്നു. പിന്നെ വീടിന്റെ ഉൾഭാഗം തൂത്തു തുടച്ച് വൃത്തിയാക്കുന്നു, വസ്ത്രങ്ങൾ അലക്കുന്നു, അത്താഴമുണ്ടാക്കുന്നു. 6:30 മണിക്ക് സിറ്റ് ഔട്ടിൽ വിളക്ക് കൊളുത്തുന്നു. 8:30 മണിക്ക് അത്താഴമേശയിൽ എത്തുന്നു. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം. അരമണിക്കൂർ കുട്ടികൾ ലിവിംഗ് റൂമിലിരുന്ന് അന്നന്നത്തെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നു. ബാലചന്ദ്രമേനോനും അവരോടൊപ്പം കൂടുന്നു. പിന്നീട് കുറച്ചു സമയം TV കാണുന്നു. 10 മണിക്ക് ഉറങ്ങാൻ പോകുന്നു. ഇതെല്ലാം അലീന ഏർപ്പെടുത്തിയ ഭരണ പരിഷ്കാരങ്ങളാണെന്ന് വൈജയന്തിക്ക് മനസ്സിലായി. ആ പുതിയ രീതികളോട് ഇണങ്ങിച്ചേരാൻ വൈജയന്തി കൂട്ടാക്കിയില്ല. അലീനയോടുള്ള വൈര്യം ഇനിയും പുകഞ്ഞു കിടക്കുന്നു മനസ്സിനുള്ളിൽ. അതിനാൽ തന്നെ ആ വീട്ടിൽ എണ്ണയിട്ട യന്ത്രം കണക്കെ കൃത്യമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത ചക്രത്തിൽ നിന്നും വൈജയന്തി വേറിട്ട് നിന്നു. താൻ ഭർത്താവിൽ നിന്നും മാത്രമല്ല തന്റെ മക്കളിൽ നിന്നും ഒറ്റപ്പെട്ടു പോകുന്നതായി വൈജയന്തിക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു. ഇതിനൊരു അറുതി വരുത്തണമെന്ന് തന്നെ അവൾ തീരുമാനിച്ചു. അടുത്ത ദിവസം രാവിലെ 4:30 മണിക്ക് വൈജയന്തി അലാറം വെച്ചുണർന്നു. വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ച് കിച്ചണിലെത്തി അല്പം വിഷമിച്ചിട്ടാണെങ്കിലും ജോലി തുടങ്ങി. 5 മണിക്ക് ഉണർന്നെണീറ്റു വന്ന ബബിതയും കൃഷ്ണജിയും കണ്ടത് വൈജയന്തി കിച്ചണിലിരുന്ന് കറിക്കരിയുന്നതാണ്. അമ്മ എന്താ ഇങ്ങനെ വയ്യാതിരിക്കുമ്പോ എണീറ്റ് വന്ന് വേണ്ടാത്ത പണി ചെയ്യുന്നത്? ബബിത ചോദിച്ചു. വേണ്ടാത്ത പണിയോ? വൈജയന്തി അവളെ ക്രൂദിച്ചു നോക്കി. ഇത് ഞങ്ങൾ ചെയ്തോളുമായിരുന്നല്ലോ. എനിക്ക് അത്രയ്ക്ക് വയ്യാകിയൊന്നുമില്ല. കാലിന് മാത്രമേ ഉള്ളൂ ചെറിയൊരു കുഴപ്പം. കൈകൊണ്ട് ജോലി ചെയ്യാൻ ഒരു തടസ്സമില്ല. അമ്മയ്ക്ക് വിശ്രമം വേണ്ട സമയമല്ലേ ഇത്? ഞാനാ കുറെ കാലം വിശ്രമിച്ചില്ലേ, മതി. മാത്രമല്ല ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയുമില്ലല്ലോ. കുറേശ്ശെ ഓരോരോ പണികൾ ചെയ്തു തുടങ്ങിയില്ലെങ്കിൽ മടി പിടിച്ചു പോകും. അമ്മയല്ലല്ലോ മുൻപും ഇതൊന്നും ചെയ്തുകൊണ്ടിരുന്നത്, അലീന ചേച്ചിയല്ലേ? കൃഷ്ണൻ ചോദിച്ചു. അലീന ചേച്ചി? അവൾ എന്നാടി ഈ വീട്ടിൽ കയറി വന്നത്? അതിനു മുൻപ് എത്ര വേലക്കാരികൾ ഇവിടെ നിന്നിട്ടുണ്ട്. അവരുടെ ഒന്നും പേര് നിനക്ക് ഓർമ്മയില്ലേ? വൈജയന്തിക്ക് ദേഷ്യം പിടിച്ചു. ഞങ്ങൾ എന്തിനാ ഈ വീട്ടിൽ ജോലി ചെയ്ത വേലക്കാരികളുടെ എല്ലാം പേര് ഓർത്തിരിക്കുന്നത്? പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുമോ? ബബിതയും വിട്ടുകൊടുത്തില്ല. ഈ അലീന ചേച്ചിക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ച, ശമ്പളം മേടിച്ചുകൊണ്ട് തന്നെയല്ലേ അവളും ജോലി ചെയ്തത്? ശമ്പളം മാത്രമല്ലല്ലോ ഉണ്ടായിരുന്നത്, കിമ്പോളവും അതിനു പുറമെ ബോണസും ദുരിതാശ്വാസവും സഹായധനവും കുന്തവും കുറച്ചൊക്കറും എല്ലാം ഉണ്ടായിരുന്നല്ലോ. വൈജയന്തി അസൂയയുടെ പുകച്ചിലോടെ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളും അലീന ചേച്ചിയുടെ പേര് മാത്രം ഓർത്തിരിക്കുന്നത്. ബബിത തട്ടിവിട്ടു. വേലക്കാരിയും കൂലിക്കാരിയും ഒന്നുമില്ലാതിരുന്ന കാലത്ത് നിന്നെയൊക്കെ പ്രസവിച്ച് നിന്റെയൊക്കെ മലവും മൂത്രം വാരി ഈ വീട്ടിലെ സകല ജോലികളും ചെയ്ത നിന്റെ പെറ്റ തള്ളയ്ക്ക് അപ്പൊ അലീന ചേച്ചിയുടെ അത്രയും വിലയില്ല അല്ലേടി? സുല്ലമ്മേ സുല്ല്. ബബിത വൈജയന്തിയുടെ നേർക്കു കൈകൂപ്പി. നമ്മളെ അടിക്കാതെ വിട്ടേക്കണേ. കാലത്ത് 5 മണിക്ക് എഴുന്നേറ്റ് അടുക്കള ജോലി ചെയ്യേണ്ട കാര്യമൊന്നും ഈ വീട്ടിലെ കുട്ടികൾക്കില്ല. അവൾക്ക് കാലും നീട്ടിയിരുന്ന് സുഖിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ പലതും പറഞ്ഞു മയക്കി ഇവിടുത്തെ വീട്ടുജോലികളെല്ലാം ചെയ്യിച്ചിട്ടുണ്ടായിരിക്കും. അവളുടെ ഭരണപരിഷ്കാരങ്ങളൊന്നും ഈ വീട്ടിൽ വേണ്ട. വൈജയന്തിയ ഇവിടുത്തെ കുടുംബനാഥ. നാളെ മുതൽ 5:30 മണിക്ക് എണീറ്റാ മതി നിങ്ങള്. ബബിത പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. അരമണിക്കൂർ നേരത്തെ എണീറ്റാൽ ആകാശമൊന്നും ഇടിഞ്ഞു വീഴില്ലല്ലോ. ഞാൻ പറയുന്നത് അങ്ങ് അനുസരിച്ചാ മതി, മനസ്സിലായോടി? ബബിത പിന്നെ ഒന്നും മിണ്ടിയില്ല. നേരെ പോയി കട്ടിലിൽ കയറി കിടന്നു. കൃഷ്ണജി സഹതാപത്തോടെ വൈജയന്തിയെ നോക്കി നിന്നു. അമ്മ എന്തിനാ ചുമ്മാ വഴക്കുണ്ടാക്കുന്നേ? ചുമ്മാതെയാണോടി? നിങ്ങൾക്ക് എത്രമാത്രം പഠിക്കാനുണ്ട്? ആ സമയത്ത് അടുക്കളപ്പണിയും വീട്ടുപണിയും ചെയ്തുകൊണ്ടിരുന്ന പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുമോ? പഠിത്തത്തിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ വീട്ടിലെ പണികളെല്ലാം ഞങ്ങൾ എല്ലാരും കൂടി നല്ല രസമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനും ബബിതേച്ചി രോഹിയേട്ടനും അലീന ചേച്ചിയും കൂടി ഒത്തുകൂടിയ പടപടയെന്ന് തീരും എല്ലാ പണി. പഠിക്കാനൊക്കെ ഈ മുൻപത്തേക്കാൾ സമയം ഉണ്ടായിരുന്നു. പഠിക്കാൻ ഇത്തിരി സമയം കൂടുതൽ കിട്ടിയ എന്താ കുഴപ്പം? അതുപോലെ തന്നെ രോഹിത്തിനെ കൊണ്ട് നിങ്ങൾ അടുക്കളപ്പണി ചെയ്യിച്ചാൽ വലിയ കേമമാണെന്ന വിചാരം. ഞാൻ കണ്ടു നിന്റെയൊക്കെ ഡ്രസ്സ് വരെ അവനെ കൊണ്ട് അയൺ ചെയ്യിക്കുന്നത്. അവനൊരാണല്ലേടി? ആൺപിള്ളേര് വീട്ടുജോലി ചെയ്താൽ എന്താ അവരുടെ കൈ ഉളുക്കി പോകുമോ? അന്യ വീട്ടിലൊന്നും അല്ലല്ലോ, സ്വന്തം വീട്ടിലല്ലേ. സ്വന്തം അനുജത്തിമാരെ സഹായിക്കാനല്ലേ. രോഹിയേട്ടനാണെങ്കിൽ ചോറും കറിയും സാമ്പാറും പുളിശ്ശേരി എല്ലാം ഉണ്ടാക്കാൻ പഠിച്ചിരുന്നു. നല്ല രുചിയായിട്ട് അവിയൽ പോലും വയ്ക്കും. അലീന ചേച്ചി പഠിപ്പിച്ചതാ.
അവളുടെ പേര് പറയല്ലേ പെണ്ണെ, എനിക്ക് കലി കയറും. വൈജയന്തി കോപത്തോടെ അവളെ തുറച്ചു നോക്കി. ആൺകുട്ടികൾ പാചകം പഠിച്ചു വെച്ചാ എന്താ കുഴപ്പമെന്ന് നിനക്കറിയോ? അവനൊക്കെ പെണ്ണ് കെട്ടുമ്പോ അച്ചിമാർക്ക് വെച്ച് വിളമ്പേണ്ടി വരും. രുചിയായിട്ട് വല്ലത് വെച്ചുണ്ടാക്കിയെന്ന് അറിയുന്ന ആണുങ്ങൾക്ക് അവരുടെ ഭാര്യമാര് വെച്ചു കൊടുത്താൽ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അവരുടനെ അവളുമാരുടെ പാചകം പഠിപ്പിക്കാൻ ഇറങ്ങും. അത് തന്നെ തരണമെന്ന് കണ്ട അവളൊക്കെ ഇണക്കത്തിൽ ഒട്ടി നിന്ന് ജോലി ചെയ്യിപ്പിക്കും. എന്നാൽ എന്താ കുഴപ്പം? കൃഷ്ണജി ചോദിച്ചു. നിന്റെ അച്ഛനോട് ചെന്ന് ചോദിക്കേ. ആ മനുഷ്യൻ ഇന്നേ വരെ ഈ അടുക്കളയിൽ കയറി ഒരു ഗ്ലാസ് എങ്കിലും കഴുകുന്നത് നീ കണ്ടിട്ടുണ്ടോ? അച്ഛനെ പഠിപ്പിക്കാൻ ഒരു അലിയൻ ചേച്ചി ഇല്ലാതായി പോയി. രോഹിത്തിനെ പഠിപ്പിച്ച നേരത്ത് ആവാമായിരുന്നല്ലോ. അതെങ്ങനെ നടക്കും? നിങ്ങളെ 3 പേരെ വീട്ടുജോലി ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് അങ്ങേരും അവളും കൂടി. വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അമ്മ പറയാതിരിക്കുന്നത് തന്നെയാ നല്ലത്. അത്രയും കുറച്ച് പൊല്യൂഷൻ അല്ലേ ഈ വീട്ടിലുണ്ടാവൂ. അതും പറഞ്ഞ് കൃഷ്ണച്ച തിരിഞ്ഞ് ഒറ്റ നടത്ത. വൈജയന്തിക്ക് കാലിന്റെ പെരുവിരൽ മുതൽ പെരുത്ത് കയറി വന്നെങ്കിലും പണിപ്പെട്ടതടക്കി. ബബിതയും കൃഷ്ണച്ചയും കൂടി 6:30 മണിക്ക് മുറ്റമടിക്കാൻ ഇറങ്ങി ചെന്നപ്പോൾ ഹോം നേഴ്സ് സുനിത ആ ജോലി പകുതിയോളം തീർത്തു കഴിഞ്ഞിരുന്നു. നിങ്ങളോട് ആര് പറഞ്ഞു മുറ്റം തൂക്കാൻ? ബബിത ചോദിച്ചു. ജയന്തി ചേച്ചി, സുനിത പറഞ്ഞു. മുറ്റം തൂക്കലാണോ ഹോം നേഴ്സിന്റെ ജോലി? എനിക്ക് ഡെയിലി 50 രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബബിതയും കൃഷ്ണച്ചയും മുഖത്തോട് മുഖം നോക്കി. ഇവിടുത്തെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടാൻ 100 രൂപ തരാം. ഡെയിലി ചെയ്യുമോ? ബബിത ഒച്ചെടുത്തു. എന്റെ കുഞ്ഞ്, ഞാനൊരു ശമ്പളക്കാരി. എന്നെ ജോലിക്ക് വെച്ച ആൾ ചെയ്യാൻ പറഞ്ഞു. എന്റെ കഷ്ടപ്പാട് കാരണം ഞാനതനുസരിക്കുന്നു. ബബിത ഉടൻ വൈജയന്തിയെ സമീപിച്ചു. 50 രൂപ വെച്ച് ഞങ്ങൾക്കുതാ. ഞങ്ങൾ ദിവസം 2 തവണ മുറ്റം തൂക്കാം. നിങ്ങളുടെ ജോലി പഠിക്കാനുള്ളതാ, അതങ്ങ് ചെയ്താൽ മതി. വൈജയന്തി അവളുടെ നാവടച്ചു കളഞ്ഞു. രോഹിത് ഇടയ്ക്ക് കിച്ചണിൽ വന്നപ്പോൾ അടുക്കള ഭരണം അമ്മ കൈപ്പിടിയിൽ ഒതുക്കിയെന്ന് മനസ്സിലായി. അവൻ അനുജത്തിമാരെ സമീപിച്ച് ചോദിച്ചു. അമ്മ ഒരു അട്ടിമറി നടത്തി സാമ്രാജ്യം തിരിച്ചു പിടിച്ച ലക്ഷണമാണല്ലോ. അലീന ചേച്ചിയോടുള്ള വാശിയെ രോഹിയേട്ട, ബബിത പറഞ്ഞു. ശരി, നടക്കട്ടെ. രോഹിത് പിൻവാങ്ങി. വീട്ടിലെ ഭരണമാറ്റം ബാലചന്ദ്രമേനോനും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. കുട്ടികളെ അത് പ്രതികൂലമായി ബാധിക്കുമോ എന്നതായിരുന്നു അയാളുടെ ആശങ്ക. പ്രത്യക്ഷത്തിൽ വൈജയന്തിയെ കുറ്റപ്പെടുത്താൻ കാരണമൊന്നുമില്ല. കുട്ടികളെ പഠിക്കാൻ വിട്ടിട്ട് അവളുടെ വീട്ടുജോലി ചെയ്യുന്നത് തികച്ചും സ്വാഭാവികം. എന്നാൽ അതിനു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ദുർവാശി കുടുംബാന്തരീക്ഷത്തെ ശിഥിലമാക്കുമെന്ന് അയാൾ ഭയന്നു. വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ട് വന്നപ്പോഴേക്കും വൈജയന്തി സുനിതയുടെ കൂട്ടിപ്പിടിച്ച് വീട് തൂത്തു തുടച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുന്നു. മുഷിഞ്ഞ ഡ്രസ്സ് വാഷിംഗ് മെഷീനിലിട്ട് കഴുകി ഉണക്കാനിട്ടു. കുട്ടികളുടെ ഡ്രസ്സ് വൈജയന്തി തന്നെ അയൺ ചെയ്തു വെച്ചു. രാത്രി ഭക്ഷണം ഉണ്ടാക്കാനും അവൾ കുട്ടികളെ അനുവദിച്ചില്ല. അലീന TV കാണാൻ അനുവദിച്ച് 9:30 മണി എന്ന സമയം 7 മണിയിലേക്ക് വൈജയന്തി മാറ്റി. 7:30 മുതൽ 8:30 വരെ പഠിത്തം, പിന്നെ അത്താഴം. അതിനുശേഷം രോഹിത്തും ബബിതയും കൃഷ്ണജിയും ബാലചന്ദ്രമേനോനും കൂടി ലിവിംഗ് റൂമിൽ പോയിരുന്ന് സംസാരിച്ചു. വൈജയന്തി അവിടേക്ക് ചെന്നു. അത്താഴം കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും മാറിയിരുന്ന് സൊള്ളയാ മതിയോ? പഠിക്കാനൊന്നുമില്ലേ നിങ്ങൾക്ക്? വല്ല തേവിടിച്ചുകളും വന്ന് ഈ വീട്ടിൽ ഉണ്ടാക്കി വെച്ച ചീത്ത ശീലങ്ങളൊന്നും ഇനി ഇവിടെ നടപ്പില്ല. 10:30 വരെ ഉറക്കളിച്ചിരുന്ന് പഠിച്ചോണം 3 പേരും. ബബിതയും രോഹിത്തും പരസ്പരം നോക്കി. ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഒരു അരമണിക്കൂർ സംസാരിച്ചാൽ എന്താ കുഴപ്പം? അതാ പറഞ്ഞത്, അവളുടെ ഭരണ പരിഷ്കാരങ്ങളൊന്നും ഇവിടെ വേണ്ടാന്ന്. നിങ്ങൾക്ക് എന്താ ഇത്ര പറയാനുള്ളത്? നാട്ടുകാരുടെ പരദൂഷണോ അതോ സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്ന സില്ലി തിങ്സോ? അതൊക്കെ അവിടെ വിട്ടിട്ട് പോരണം, വൈജയന്തി പറഞ്ഞു. ബബിതയുടെ മുഖം മുറുകി. അവൾ ബാലചന്ദ്രമേനോനെ നോക്കി. അച്ഛന് ഇതിലൊന്നും പറയാനില്ലേ? അച്ഛനാണോ അമ്മയാണോ ഇവിടുത്തെ കുടുംബനാഥൻ? ബബിതയുടെ ചോദ്യം ബാലചന്ദ്രമേനോനെ തെല്ലു ക്ഷീണിപ്പിച്ചു. കലാപത്തിന് തിരികൊളുത്തുകയാണെന്ന് അവൾക്കറിയില്ലല്ലോ. വെട്ടൊന്നും മുറി 2 എന്നാണ് അവളുടെ സ്വഭാവം. ബാലചന്ദ്രമേനോന്റെ മൗനം ബബിതയെ രോഷാകുലയാക്കി. ഞങ്ങളെ കൺഫ്യൂഷനിലാക്കരുതച്ചാ. ഒന്നുകിൽ അച്ഛൻ പഞ്ചപുച്ഛമടക്കി അമ്മ പറയുന്നത് അനുസരിക്കണം, അല്ലെങ്കിൽ അടി കൊടുത്തിട്ടായാലും ശരി അമ്മയെ കൊണ്ട് അനുസരിപ്പിക്കണം. അതിന് ചുണയുണ്ടോ അച്ഛന്? ബാലചന്ദ്രമേനോൻ സ്തംഭനായി പോയി. അപ്പോഴേക്കും വൈജയന്തിയുടെ പ്രത്യുത്തരം വന്നു. വൈജയന്തിയെ അനുസരിപ്പിക്കണമെങ്കിൽ നിന്റെ അച്ഛൻ വേറൊരു ജന്മം ജനിക്കണം. ഒരു ഭർത്താവിന്റെ കടമ വേണ്ട പോലെ ചെയ്യുന്നവനെ മാത്രമേ ഭാര്യയെ അനുസരിപ്പിക്കാൻ അധികാരമുള്ളൂ. രാത്രി തോറും ഒരു ഭീരുവിനെ പോലെ കോണിപ്പടി കയറി ഗസ്റ്റ് റൂമിലെത്തി വാതിലടയ്ക്കുന്ന ഭർത്താവിന് അതിനുള്ള യോഗ്യതയില്ല. ആണിയടിച്ചതുപോലെ വൈജയന്തിയുടെ വാക്കുകൾ ബാലചന്ദ്രമേനോൻ ശിരസിൽ വീണു തറഞ്ഞു. ബാലചന്ദ്രമേനോൻ തന്റെ മക്കളെ നോക്കി. സ്തംഭിച്ചു നിൽക്കുകയാണ് 3 പേരും. അവരുടെ ദൃഷ്ടികൾ മെല്ലെ തന്റെ നേർക്കു തിരിയുന്നതായി അയാൾ കണ്ടു. അമ്മ മക്കളുടെ മുന്നിൽ വെച്ച് അച്ഛന്റെ ഭർത്തൃപദവിയെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. അച്ഛന്റെ ആത്മാഭിമാനത്തെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. അച്ഛന്റെ പുരുഷത്വത്തെ അവഹേളിച്ചിരിക്കുകയാണ്. അച്ഛന് ഇതിനൊരു മറുപടിയില്ലേ എന്നാണ് കുട്ടികളുടെ നോട്ടത്തിന്റെ അർത്ഥം. മറുപടിയുണ്ട്. ബാലചന്ദ്രമേനോൻ പാദം മുതൽ നെറുക വരെ ചോര തിളച്ചു നീരാവിയായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അച്ഛന്റെ അഭിമാനത്തെയും ആണത്തത്തെയും അധിക്ഷേപിക്കുന്ന നിങ്ങളുടെ ഈ അമ്മ വിവാഹത്തിന് മുൻപ് മറ്റൊരു പുരുഷനുമൊത്ത് ജീവിച്ചവളാണ്.
ഇവൾ നിങ്ങളുടെ അമ്മ 24 വർഷം മുൻപ് നെയ്യാറ്റിൻകരയിലെ ഒരു ആശുപത്രിയിൽ ഒരു പെൺകുഞ്ഞിനെ പിഴച്ചു പ്രസവിച്ചവളാണ്. കഴിഞ്ഞ 24 വർഷക്കാലമായി ആ രഹസ്യം മറച്ചുവെച്ച് നിങ്ങളുടെ അച്ഛനെ വഞ്ചിച്ചവളാണ്. അവൾ പ്രസവിച്ച കുഞ്ഞ് എവിടെയെന്ന് നിങ്ങൾക്കറിയണ്ടേ? അവളാണ് 3 ദിവസം മുൻപ് വരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട അലീന ചേച്ചി. ഇത് മതിയോ മറുപടി? മക്കൾ 3 പേരും നടുങ്ങിത്തരിച്ചു നിൽക്കുകയാണ്. കേട്ടത് വിശ്വസിക്കാനാവാതെ അവർ വൈജയന്തിയുടെ നേർക്ക് നോക്കുന്നുണ്ട്. വൈജയന്തി രക്തം വാർന്നു വിളറിയൊരു പ്രേതരൂപമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് തന്റെ വിജയ മുഹൂർത്തം. ഇനി ജീവിതത്തിൽ ഒരിക്കലും തന്നെ തോൽപ്പിക്കാൻ, തന്റെ നേർക്ക് തലയുയർത്തിയൊന്ന് നോക്കാൻ വൈജയന്തി എന്ന ഈ കപടമുഖം മുടിക്കു കഴിയില്ല. ഇനി ഒരിക്കലും മക്കളുടെ മുൻപിൽ നിവർന്നു നിൽക്കാൻ അവൾക്ക് സാധ്യമല്ല. ഇനി ഒരിക്കലും ബാലചന്ദ്രമേനോന്റെ ഭാര്യ എന്ന പദവിക്ക് അവൾ അർഹയല്ല. ഈ വീടിനുള്ളിൽ തലകുനിച്ചിറങ്ങി പോവുകയല്ലാതെ അവളുടെ മുൻപിൽ മാർഗമൊന്നുമില്ല. 2-4 നിമിഷങ്ങൾക്ക് ക്രോധാഗ്നിയിൽ എരിഞ്ഞുകൊണ്ട് ബാലചന്ദ്രമേനോൻ ഈ മായ കാഴ്ചകളെല്ലാം കണ്ടനുഭവിച്ചു. ഏറ്റവും ഒടുവിൽ ഏതോ ഒരു കോണിൽ നിറമിഴികളോടെ തകർന്നു നിൽക്കുന്ന അലീനയുടെ രൂപവും അയാൾ കണ്ടു. ഒരു കുടുംബം തകർന്നു ചിതറുകയാണ്. വേണ്ട, ജ്വാലകൾ ക്രമേണ അമർന്നു. ക്രോധാഗ്നി കെട്ടടങ്ങി. ബാലചന്ദ്രമേനോൻ വൈജയന്തിയെ നോക്കി. വിജയശ്രീ ലാളിനിയെ പോലെ അഹംഭാവത്തിൽ തലഞ്ഞൊളിച്ചു നിൽക്കുന്നു. അച്ഛൻ എങ്ങനെ പ്രതികരിക്കുമെന്ന ആകാംക്ഷയോടെ നിൽക്കുന്ന മക്കളുടെ നേർക്ക് അയാളുടെ നോട്ടം പാളി വീണു. നിസ്സഹായതയുടെ ഒരു മന്ദഹാസം അയാളുടെ ചുണ്ടുകളിൽ വന്നു വറ്റി വരണ്ടു. ഒരക്ഷരം പോലും മിണ്ടാതെ ബാലചന്ദ്രമേനോൻ അവരുടെ മുൻപിലൂടെ നടന്നുപോയി. കോണിപ്പടിയിൽ അയാളുടെ കാലൊച്ച നേർത്തു വന്നു. മുകളിൽ ഗസ്റ്റ് റൂമിലെ വാതിലടയുന്ന ഒച്ചയും ഒടുവിൽ കേട്ടു. ബബിതയെ സാവധാനം പിന്തിരിഞ്ഞ് അവളുടെ മുറിയിലേക്ക് പോയി. രോഹിത്തും കൃഷ്ണജിയും പതിയെ രംഗത്ത് നിന്ന് നിഷ്ക്രമിച്ചു. വൈജയന്തി എന്തെന്നില്ലാത്ത സംതൃപ്തിയോടെ അല്പസമയം കൂടി അവിടെ തന്നെ നിന്നു. രോഹിത്ത് ബബിതയുടെ മുറിയിൽ ചെന്ന് അവളെ ശകാരിക്കുകയായിരുന്നു. നിന്റെ നാക്കിന് എല്ലില്ലാഞ്ഞിട്ടല്ലേ ഇപ്പൊ ഇങ്ങനൊരു വഴക്കുണ്ടായത്? ഞാൻ എന്തു ചെയ്തു? നമ്മൾ എല്ലാവരും കൂടി അച്ഛന്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ അമ്മ കയറി ഭരിക്കാൻ വന്നു. അച്ഛനല്ലേ അമ്മയെ നിയന്ത്രിച്ചു? നിന്റെ നാക്കിന് എല്ലില്ലാഞ്ഞിട്ടല്ലേ ഇപ്പൊ ഇങ്ങനൊരു വഴക്കുണ്ടായത്? ഞാൻ എന്തു ചെയ്തു? നമ്മൾ എല്ലാവരും കൂടി അച്ഛന്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ അമ്മ കയറി ഭരിക്കാൻ വന്നു. അച്ഛനല്ലേ അമ്മയെ നിയന്ത്രിച്ചു നിർത്തേണ്ടത്? അമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ. അച്ഛൻ പറഞ്ഞ അമ്മ അനുസരിക്കോ? സാക്ഷാൽ ഈശ്വര അമ്മയുടെ അടുത്ത് വന്ന് ന്യായം പറഞ്ഞ അമ്മ കേൾക്കൂ. അങ്ങോട്ട് തർക്കിച്ചു നിൽക്കും. ഞാൻ അച്ഛനെ ഒന്ന് എരികേറ്റ് നോക്കിയതാ. മക്കളുടെ മുൻപിൽ വെച്ച് അമ്മയെ തല്ലാൻ പറ്റുമോ അച്ഛനെ എന്ന്? എന്നാൽ അടങ്ങൂ അമ്മ. അച്ഛന് ഭയങ്കര വിഷമായി പോയി അല്ലേ രോഹിയേട്ടാ? ബബിത നെഗം കടിച്ചുകൊണ്ട് വല്ലായ്മയോട് ചോദിച്ചു. പിന്നെ ഇല്ലേ, അമ്മ കിട്ടിയ അവസരം ശരിക്കും മുതലാക്കി. അച്ഛൻ ആകെ ഐസായി പോയി. പക്ഷെ അച്ഛന് ശരിക്കും ദേഷ്യം വന്നായിരുന്നു. തീപ്പൊരി ചിന്നുന്ന പോലെ ഒരു ഭാവം അച്ഛന്റെ കണ്ണിൽ ഞാൻ കണ്ടതാ. എന്തു ചെയ്യാനാ, അച്ഛനും ധൈര്യമില്ലാതായി പോയി. ഓ, കഴിഞ്ഞത് കഴിഞ്ഞു. നീ കിടന്നുറങ്ങാൻ നോക്ക്. രോഹിത് അവളുടെ തോളത്ത് തട്ടി. രോഹിത്തേ! വൈജയന്തിയുടെ വിളി കേട്ട് രോഹിത് ഞെട്ടിത്തിരിഞ്ഞു. വാതിലിക്കൽ അമ്മ. അവൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. നീ എന്താ ഇവിടെ? ഒന്നുമില്ല. ബബിതയുടെ റൂമിൽ നിനക്കെന്താ കാര്യം? എനിക്ക് അവളോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതൊക്കെ പകല്, രാത്രി സമയത്ത് ഇതൊന്നും ശരിയല്ല. രോഹിത് അമ്പരന്നു. അവൻ അമ്മയുടെ നേർക്ക് ഒന്ന് നോക്കിയിട്ട് മുറി വിട്ടിറങ്ങി. അമ്മ ഇങ്ങോട്ടൊന്ന് വന്നേ, ബബിത വിളിച്ചു. എന്താടി? ഏതൊന്നും ശരിയല്ലെന്ന് അമ്മ പറഞ്ഞത്? ആങ്ങളെയായാലും പെങ്ങളായാലും പ്രായം തികഞ്ഞ ഒരകലം വേണം. ഞങ്ങൾ തമ്മിലുള്ള അകലം നോക്കാനാണോ അമ്മ ഇത്രയും നാളും വാടക വീട്ടിൽ പോയി ഒറ്റയ്ക്ക് അതിന്റെ കുഴപ്പങ്ങൾ പലതും ഇവിടെ കാണാനുണ്ട്. രോഹിയേട്ടിന് ഇവിടെ എന്റെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ചതാണോ വലിയ കുറ്റമായി പോയത്? കൊല്ലപ്പള്ളിയില് അമ്മ ആങ്ങളമാരെ പേടിച്ച് എത്രമാത്രം അകലം വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കൃത്യം അളവെന്ന് പറഞ്ഞേ. ഇവിടെ അതേ അകലം തന്നെ പാലിക്കാം. അനന്തരം പറഞ്ഞാലുണ്ടല്ലോ അടിച്ചു നിന്റെ ചെകിട് പൊക്കിക്കും ഞാൻ. വൈജയന്തി ഭീഷണിപ്പെടുത്തി. ബബിത ദേഷ്യത്തിൽ തലവഴി പുതപ്പിട്ട് മൂടിക്കളഞ്ഞു. അങ്ങനെ ബബിത ഉറങ്ങാൻ കിടക്കാണ് കേട്ടോ. പിന്നെ അതിനുശേഷം അലീനയുടെ ഫോൺ കോൾ വരികയും അലീനയുമായിട്ട് ബബിത എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു എപ്പിസോഡ്സ് ഒക്കെ വരാൻ പോകുന്ന. അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയാം. അപ്പൊ നമ്മുടെ വീഡിയോ ആരെങ്കിലും ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക്